നമ്മുടെ കൊച്ചിയിൽ 12 വയസ്സുള്ള ഒരു ആൺകുട്ടി 10 വയസ്സുള്ള തന്റെ സഹോദരിക്ക് MDMA വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഇപ്പോൾ കേട്ടതേ ഉള്ളൂ. 3 ലക്ഷം രൂപയും കുട്ടി വീട്ടിൽ നിന്നും തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. ചോദ്യം ചെയ്ത മാതാപിതാക്കളെ 12 വയസ്സ് വലിപ്പമുള്ള ശരീരം കൊണ്ട് ഉപദ്രവിക്കുകയും ചെയ്തു. എനിക്ക് നല്ല ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, 2 3 തലമുറ നശിച്ച് നാറാണക്കല്ലു പിടിച്ചതിന് ശേഷം മാത്രമേ ഇനിയൊരു മടങ്ങി വരവ് മലയാളക്കരയ്ക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന ഉത്തമ ബോധ്യം പോകാനുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലമുറകളോളം ഇത് നശിക്കും എന്ന് പറയാൻ കാരണം, 12 വയസ്സുള്ള ഒരു കുട്ടി മീശ പോലും കിളുത്തിട്ടുണ്ടാവില്ല. മീശ പോലും കിളുക്കാത്ത 12 വയസ്സുള്ള ഒരു കുട്ടി പോയി കൈ നീട്ടിയാൽ അവന്റെ കൈവശം ലഹരി എടുത്തു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് കച്ചവട ബുദ്ധി, അത് കാശിനോടുള്ള ആർത്തി കൊണ്ട് മാത്രമല്ല, പകരം വരുന്ന തലമുറകൾ പലതും നശിച്ചു പോകണമെന്ന് പറയുന്ന ഉദ്ദേശം കൂടി, പണം ഉണ്ടാക്കൽ എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഈ സമൂഹത്തെ നശിപ്പിക്കണമെന്ന് പറയുന്ന ബുദ്ധി തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾ അതിശക്തരാണ് താനും. കാരണം ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ ഒരു രസം പറയാം. ഇന്നലെയാണോ അതിൻ്റെ തലേദിവസമാണോ എന്ന് എനിക്കറിയില്ല, ആലപ്പുഴയിലെ ഏതൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കുട്ടി വയലിൻ വായിച്ചുകൊണ്ടിരുന്ന ആ ഒരു പാട്ട് പൂർത്തിയാക്കുന്നതിന് മുന്നേ അധികാരികൾ, പോലീസുകാർ ചെന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്നു, മൈക്ക് ഓഫ് ചെയ്യുന്നു, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നു. കുറ്റം പറയാനൊന്നും പറ്റില്ല. 10 മണി കഴിഞ്ഞാൽ പിന്നെ പാട്ട് വയ്ക്കാൻ പാടില്ല, ഉച്ചഭാഷണിയിലൂടെയുള്ള ഇത് തടയണമെന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു നിയമമുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ വയലിനിൽ വായിച്ചുകൊണ്ടിരുന്ന ആ ഒരു പാട്ട് പൂർത്തിയാക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് നിയമത്തിനും കുഴപ്പമില്ല, നാട്ടുകാരുടെ ഉറക്കത്തിനും കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല. 10 എന്ന് പറയുന്നത് 10:02 ആയാലോ 10:05 കുഴപ്പമുണ്ടാവില്ല. പക്ഷേ കണിശമായി അത് ഓഫ് ചെയ്തു. ആ കുട്ടി അങ്ങ് വെപ്രാളപ്പെട്ടു. കുട്ടി എന്ത് ചിന്തിച്ചു എന്നുള്ളത് മാറ്റിവെക്കാം. പക്ഷേ കൃത്യമായി അത്ര കണിശമായിട്ട് നിയമം സംരക്ഷിക്കാൻ, പരിപാലിക്കാൻ നമ്മുടെ നിയമപാലകർ താല്പര്യം കാണിക്കുന്നുണ്ട്. എന്നാൽ ലഹരിയുടെ കാര്യത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രൂക്ഷമായ, ഒന്നിൽ നിന്നും വളരെ രൂക്ഷമായ മറ്റൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്, വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അധികാരികൾ വളരെ താല്പര്യത്തോടു കൂടി ഈ വൃത്തികേടിന് കൂട്ടുനിൽപ്പുണ്ട്. ഈ സാമൂഹ്യ ദ്രോഹപരമായിട്ടുള്ള ഇത്തരം ഒരു പ്രവൃത്തിക്ക് അധികാരികൾ കൂട്ടുനിൽപ്പുണ്ട്. അതല്ലാതെ ഇത് സാധിക്കില്ല. ഞാൻ പറഞ്ഞത്, ആലപ്പുഴയിലെ അമ്പലത്തിൽ 10 മണി കഴിഞ്ഞിട്ട് ഉച്ചഭാഷിണി ബലാത്കാരമായിട്ട് തടയാനുള്ള അത്രയും നിയമ സംരക്ഷണ വാസനയുള്ള നമ്മുടെ ഈ നാട്ടിലെ പോലീസുകാർ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഉച്ചഭാഷിണിയിലൂടെയുള്ള വയലിൻ വായന മുടക്കാൻ മാത്രമേ അവർക്ക് കഴിവുള്ളൂ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അവർ ശ്രമിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ അതിനു വേണ്ടുന്ന നിർദ്ദേശം അവർക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ പോലീസുകാരും കഴിവില്ലാത്തവരല്ല, അവർക്ക് ലഭിക്കുന്നില്ല നിർദ്ദേശം. അമ്പലത്തിലെ പാട്ട് 10 മണിക്ക് ഓഫ് ചെയ്യടാ എന്ന് പറയാൻ മേളിൽ നിന്ന് ആള് കണ്ടേക്കുമായിരിക്കും. പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശങ്ങൾ, മേളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവരൂടെയാണ്. അപ്പോൾ ലഹരി മാഫിയയെ തടയണ്ട, തൊടണ്ട എന്ന് മേളിൽ നിന്ന് ഉത്തരവ് കിട്ടുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും അവർ അത് തടയാത്തത്. പ്രായപൂർത്തി ആകാത്തവർക്ക് മാത്രമല്ല, പ്രായപൂർത്തിയായവർക്ക് പോലും രാസലഹരി കേരളത്തിൽ വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് നമ്മുടെ അധികാരികൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തടയാൻ കെൽപ്പുള്ള പോലീസ് തന്നെയാണ് നമുക്കുള്ളത്. എനിക്ക് ഒരുപാട് പോലീസ് സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ടാണ് പറയുകയാണ്, അവരുടെ ശേഷിയും ശേമുഷിയും ഒക്കെ വളരെ വ്യക്തമായിട്ട് പോകാൻ അറിയാം. അപ്പോൾ പോലീസിനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ നിയമപരമായി അധികാരം കൈയാളുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട് നശിച്ചു കാണണമെന്ന് ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ, 2 3 തലമുറകൾ നശിച്ചു പോയതിനു ശേഷം സ്വാഭാവികമായിട്ട് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്രതീക്ഷിക്കുന്നതാണ് പക്വമായിട്ടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇനി വരാനിരിക്കുന്ന 2 3 തലമുറ വളരെ നരകതുല്യമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോയതിന് ശേഷം മാത്രമായിരിക്കും ഇനി വീണ്ടും ഒരു തിരിച്ചു വരവുണ്ടാവുന്നത്. എൻ്റെ ഇതുവരെയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഈ ലോകക്രമത്തെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ ഈ ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അത് നാശത്തിലേക്ക് എത്തിക്കുന്നതും വീണ്ടും തിരിച്ചു കയറ്റുന്നതുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവങ്ങളുടെ പണിയായിട്ടാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം വിശ്വാസികളും വിചാരിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് 700 കോടിയിലധികം ജനങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു മതത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും മഹാഭൂരിപക്ഷവും ഉള്ളത്. വിശ്വാസമില്ലാത്ത ജനതയുടെ അളവ് കുറവായിരിക്കും. ഞാൻ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു തർക്കത്തെക്കുറിച്ചൊന്നുമല്ല സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ മനുഷ്യ സമൂഹം നേരിടുന്ന ഒരു കാര്യങ്ങൾക്കും
ഏതെങ്കിലും ഒരു മതത്തിലെ ദൈവത്തിന് യാതൊരു പങ്കുമില്ല എന്നാണ്. അത് നല്ലത് ചെയ്യുന്നതും ചീത്ത ചെയ്യുന്നതും ദൈവങ്ങളല്ല. ദൈവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ദൈവങ്ങളുടെ ജോലി അതുമല്ല. മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുക എന്നുള്ളതായിരിക്കില്ല ഒരു ദൈവത്തിൻ്റെയും ജോലി എന്ന് പറയുന്നത്. എന്നാൽ ഈ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതും നശിപ്പിക്കുന്നതും നമ്മൾ മനുഷ്യരിൽ തന്നെയുള്ള 8 സ്വഭാവങ്ങൾ, അതല്ലെങ്കിൽ മനോഭാവത്തെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ഒരു വ്യക്തിയാവട്ടെ, ഒരു സമൂഹമാവട്ടെ, അത് നല്ലതിലേക്ക് പോകണോ നശിച്ചു പോകണമോ, അതല്ലെങ്കിൽ സംഘർഷത്തിലൂടെ ജീവിതം കഴിച്ചു പോകണമോ സമാധാനത്തോടുകൂടി തീർന്നു പോകണമോ എന്ന് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നിയന്ത്രിക്കുന്നത് 8 ശക്തികളാണ്, 8 ഘടകങ്ങളാണ്, അല്ലെങ്കിൽ 8 മനോഭാവങ്ങളാണ്, 8 ഗുണങ്ങളാണ്. 4 ഗുണങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ 4 മനോഭാവങ്ങളേ ഉള്ളൂ. അതിൻ്റെ വിപരീത മനോഭാവമാണ് മറ്റേ 4. അങ്ങനെയാണ് 4, 4, 8 എന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം, ധർമ്മം, നീതി, ന്യായം. മറ്റേ വശത്ത് നിൽക്കുന്നത് അസത്യം, അധർമ്മം, അന്യായം, അനീതി. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും നമ്മളിലുണ്ട്, ഏതൊരു മനുഷ്യനിലുമുണ്ട്. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ലവനോ കെട്ടവനോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നല്ലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഗുണമുണ്ടാവുന്ന, സഹജീവിക്ക് ശല്യമുണ്ടാവാത്ത, അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാവാത്ത, അവനവന് പോലും ഗുണമാകുന്ന തരത്തിൽ ജീവിതം കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മനുഷ്യർ നല്ല മനുഷ്യർ. അപ്പോൾ സ്വാഭാവികമായിട്ടും സത്യം, ധർമ്മം, നീതി, ന്യായം, ഈ ബോധ്യങ്ങൾ, ഈ മനോഭാവം ഉയർന്നു നിൽക്കുന്നവർ നല്ല മനുഷ്യരാണ്. അത് സമൂഹമായാലും വ്യക്തിയായാലും. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളുടെ ഈ സമൂഹത്തിൽ, മലയാളക്കരയിൽ, അസത്യം, അധർമ്മം, അന്യായം, അനീതി ഇവയാണ് കരുത്താർജിച്ച് നിൽക്കുന്നത്. നമുക്കെന്തോ ഒരു വലിയ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി നമുക്കൊരു വലിയ സ്വാതന്ത്ര്യം ലഭിച്ചു. എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് ഏറ്റവും രസകരമായും സന്തോഷകരമായും സമാധാനപരമായും ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹമാണ്. കാരണം അത്രയേറെ നമുക്ക് സ്വാതന്ത്ര്യമാവട്ടെ, സാങ്കേതിക സാഹചര്യങ്ങളാവട്ടെ, നമ്മുടെ ജീവിതം അയജ്ഞ ലളിതമാവുക മാത്രമല്ല ചെയ്തത്, ആരോഗ്യ രംഗം മെച്ചപ്പെട്ടു, സാമ്പത്തികമായി നമ്മൾ ഉയർന്നു, സാങ്കേതികമായി നമ്മൾ മെച്ചപ്പെട്ടു, നമ്മുടെ യാത്രകൾ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നമുക്ക് പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തി, മറ്റു ഗ്രഹങ്ങളെ പോലും ചെന്ന് തൊടാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ സാങ്കേതിക വിദ്യ വികസിച്ചു വന്നു. പക്ഷേ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളെ സമൂഹത്തിന് ഗുണപരമായിട്ട് ഉപയോഗിക്കാൻ പോലുമുള്ള പ്രാപ്തി നമുക്കില്ല. ഇത് ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങളെ പരദൂഷണത്തിന്റെ വലിയ ഒരു വേദിയാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവായ കാര്യങ്ങൾ സംസാരിക്കാൻ ആർക്കും താല്പര്യമില്ല, പൊതുവായ വിഷയങ്ങൾ സംസാരിക്കാൻ ആർക്കും താല്പര്യമില്ല. പരദൂഷണമാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വിറ്റഴിക്കപ്പെട്ടു പോകുന്നത്. പരദൂഷണത്തിന് വലിയ വിപണിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇത് നമ്മളുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്, നമ്മളുടെ പൗരബുദ്ധിയുടെ, നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെ കുറവാണ്. നമ്മളാണ് നന്നാവേണ്ടത്, നമ്മൾക്കാണ് പ്രശ്നം. സത്യം, ധർമ്മം, നീതി, ന്യായം ഇവയുടെ അളവ് നമ്മളിൽ കുറഞ്ഞുപോയി. അതാണ് പ്രശ്നം. ഈ അടുത്ത നാളുകളിൽ നമ്മുടെ ഇവിടെ കേട്ടിരിക്കുന്ന ദുഷ്ടു വാർത്തകൾ ശ്രദ്ധിക്കുക. യൂട്യൂബിൽ ഒന്ന് പരതുക, ആ വാർത്തകളുടെ ലിങ്കിൽ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ എത്ര കാഴ്ചകൾ വീണിട്ടുണ്ട് എന്ന് നോക്കുക. ഈ വെഞ്ഞാറമൂട് സംഭവം തന്നെ, ആ പയ്യൻ മാതാവിനെ ഉൾപ്പെടെ 5 കൊല നടത്തി. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരണങ്ങൾ വരുന്ന യൂട്യൂബ് ചാനലുകളിൽ, അല്ലെങ്കിൽ വാർത്താ ചാനലുകളിൽ ലഭിക്കുന്ന കാഴ്ചകളുടെ എണ്ണം നോക്കണം. അടുത്ത കാലത്ത് വിജയിച്ചിരിക്കുന്ന സിനിമകൾ നോക്കുക. വയലൻസിന്, രക്തച്ചൊരിച്ചിലുള്ള സിനിമകൾ ഗംഭീരമായിട്ട് വിജയിക്കുന്നു. നമുക്ക് കഴുത്ത് വെട്ടുന്നതും കൈകാലുകൾ ഇങ്ങനെ കണ്ടിച്ചെടുക്കുന്നതുമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാശ് മുടക്കി തിയേറ്ററിൽ പോയിരുന്ന് ചോര ചീന്തി പടങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്, നമ്മുടെ സമൂഹത്തിനുണ്ട്. അതെങ്ങനെ ഉണ്ടായി? ഇവിടെ നല്ല പടങ്ങൾ ഇല്ലാതെ വരുന്നില്ല, നല്ല പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, തിയേറ്ററിൽ വരുന്നു, പോകുന്നു. എണ്ണി പറയുന്നില്ല, പേരെടുത്ത് പറയുന്നില്ല സിനിമകൾ. നല്ല സിനിമകളുടെയും പറയുന്നില്ല, ചീത്ത സിനിമകളുടെയും പറയുന്നില്ല. പക്ഷെ നല്ല സിനിമകൾ, രസകരമായ സിനിമകൾ, പഴയ കാലത്തെ പോലെ കുറച്ച് തമാശയും കുറച്ച് ചിന്തിക്കാനും കുറച്ച് രസിക്കാനും അങ്ങനെയുള്ള പടങ്ങളൊന്നും വിജയിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ക്രൈം നിറഞ്ഞ വാർത്തകൾക്ക് കിട്ടുന്ന കാഴ്ചകൾ, പരദൂഷണത്തോടുള്ള നമ്മളുടെ അമിതമായിട്ടുള്ള ആസക്തി, ഇതൊക്കെയാണ് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനോഭാവം മാറി. ഈ നന്മ, സത്യം, ധർമ്മം, നീതി എന്ന് പറയുന്ന ആ ഗുണങ്ങൾ നമ്മളിൽ കുറഞ്ഞുപോയി.
അതുപോലെ മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. നമ്മുടെ ജീവിതം സമൂഹത്തിന് ഉപദ്രവമാകരുത്, നമ്മളുടെ ചിന്തകൾ പോലും നമ്മുടെ സമൂഹത്തിന് ദ്രോഹമാകരുതെന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം ചുരുങ്ങി. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ സമൂഹം ഉടനെയെങ്ങും നന്നാവുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് വിഡ്ഢിത്തമാണ്. ഒരു 2, 3, 4 തലമുറ കഴിയുമ്പോൾ, നശിച്ച് മടുത്ത് കഴിയുമ്പോൾ, അവിടെ നിന്നും ന്യായം, നീതി, സത്യം, ധർമ്മം എന്നിവ കൂടുതലായിട്ടുള്ള ആളുകൾ ഉയർന്നു വരും. അന്ന് വീണ്ടും മലയാളക്കര നല്ല രീതിയിലേക്ക് മാറും. നമ്മൾ അതിൻ്റെ ഏറ്റവും കെട്ട കാലത്താണിപ്പോൾ. ഏറ്റവും നല്ല കാലത്തും ഏറ്റവും കെട്ട കാലത്തും അങ്ങനെ ഒരുപോലെ ഇത് നല്ലതാക്കാമായിരുന്നു. നമ്മുടെ ജീവിതത്തെ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടെയും കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനെ സംഘർഷഭരിതമാക്കുകയാണ് നമ്മൾ ബോധപൂർവം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അനീതി അപാരമായ അളവിൽ സഹിക്കാനുള്ള നമ്മളുടെ കരുത്ത്. ഏതനീതിയും നമ്മൾ സഹിക്കും. അതുപോലെ തന്നെയാണ് അനർഹമായതൊക്കെ ആർജിച്ച് അനുഭവിക്കാനുള്ള നമ്മളുടെ വാസനയും. ഈ രണ്ടും നമ്മളെ കെടുത്തിക്കളയുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ ലഹരി മാഫിയയ്ക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമധർമ്മക്കാരും ചേർന്ന് തന്നെയാണ്. സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ആളില്ല. അവരൊക്കെ തീർച്ചയായിട്ടും ഇവരുടെ ഇരകൾ മാത്രമാണ്. വളരെ ഗതികെട്ട ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസാരിച്ചത് കൊണ്ട് പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല. ഇത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. നമ്മൾ അത്രമാത്രം സ്വാർത്ഥരായിപ്പോയി. നമ്മളുടെ നീതിബുദ്ധിയും ന്യായബോധവും സത്യചിന്തയും അതുപോലെ തന്നെ ധർമ്മപ്രേമവും ഒക്കെ ഇല്ലാതായതിൻ്റെ കുഴപ്പമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വയലൻസിനോട് വല്ലാത്ത തരത്തിലുള്ളൊരു സ്നേഹം നമ്മൾ വെച്ച് പുലർത്തുന്നു. ചിരികെട്ട് ചോര പുരളുന്ന നിലയിലേക്ക് മലയാള സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ കൂടി സങ്കടം. നാളെ എന്താവും എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. നാളെ നമ്മൾ നശിക്കും എന്നുള്ളതാണ് സത്യം. ആ സത്യത്തെ അംഗീകരിക്കുക, ആ നാശത്തിന് വേണ്ടി തയ്യാറാവുക. ഇവിടെ നമുക്ക് വേണ്ടി സഹായം ചെയ്യേണ്ടത് അധികാരികളാണ്, സംവിധാനങ്ങളാണ്. അവരൊന്നും നമുക്കൊപ്പമില്ല, സാധാരണ മനുഷ്യർക്കൊപ്പമില്ല. തീർച്ചയായിട്ടും അവരുടെയൊക്കെ അധികാരികളുടെ, നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നിലയിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും വലിയ തട്ടുകേടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ലഹരിയെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ സമൂഹം എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയി. നേരത്തെ പറഞ്ഞതുപോലെ ദൈവങ്ങളല്ല നമ്മുടെ കാര്യങ്ങൾക്ക്. നല്ലതായാലും ചീത്തയായാലും ദൈവങ്ങളല്ല. അത് നമ്മളുടെ തന്നെ ഉള്ളിലുള്ള സത്യം, ധർമ്മം, നീതി, ന്യായം എന്നിവയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമൂഹം ഇപ്പോൾ അധർമ്മത്തിൻ്റെ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റം പറയാൻ കഴിയില്ല. നശിക്കും. നാളെ നശിച്ചതിന് ശേഷം മറ്റന്നാൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. Something real, something raw, not accidental, no, I'm sure. You're not needed, show you the door, but what's that, yeah, are you sure? No, I'm sure, no.